കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ ഗവർണർ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തിയെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 12-15 ഖണ്ഡികകളിലെ ഓരോ വാചകങ്ങളാണ് ഒഴിവാക്കിയത്. ഖണ്ഡിക 16 വാചകത്തിൽ എന്റെ സർക്കാർ കരുതുന്നു എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ഇതാണ് പിന്നീട് മുഖ്യമന്ത്രി മാറ്റി വായിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. ഖണ്ഡിക 15 അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. 12, 15, 16 ഖണ്ഡികകൾ ഗവർണർ എങ്ങനെയാണ് വായിച്ചത് അതുകൂടി കേൾക്കാം. Kerala's share of tax devolution has steadily declined despite its social and demographic achievements, including population control from 3.87% during the 10th Finance Commission period to 1.92% during the 15th Finance Commission period. My government feels tax devolution and Finance Commission grants are constitutional entitlements of states, and any pressure on constitutional bodies entrusted with this task undermines federal principles. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് തത്സമയം. വിജിൻ, എന്താണ് ഗവർണർ വായിച്ചതിലെ പ്രശ്നം? എന്താണ് അദ്ദേഹം വിട്ടത്? എന്താണ് അദ്ദേഹം ചേർത്തത്? സർക്കാരിന്റെ അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? നിഷാദ്, അതായത് ഇക്കാര്യത്തിൽ ഗവർണർ ഒഴിവാക്കിയതെന്ന് പറയുന്ന ഭാഗം ഗവർണർക്കെതിരായ വിമർശനം തന്നെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ, ആ ബില്ലുകൾ എല്ലാം അത് രാഷ്ട്രപതിക്ക് അയക്കുകയോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയോ ചെയ്യുന്നു. ഇത് നിയമസഭയോട് കാണിക്കുന്ന അനാദരവാണ്. ഒപ്പം തന്നെ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള അധികാരമില്ല. ആ ബില്ലുകൾ പാസ്സാക്കാത്തത് മൂലമുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന ഭാഗം അത് ഗവർണർ ഒഴിവാക്കുകയാണ് ചെയ്തത്. ആ ഭാഗം ഒഴിവാക്കിയതും ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ സാമ്പത്തികമായി ഞെരുക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നു, സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളാണ് യൂണിയൻ സർക്കാർ നടത്തുന്നത് എന്ന കാര്യത്തിൽ, അങ്ങനെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇത്തരം നടപടികൾ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആക്കുന്നു എന്ന ഭാഗത്തിൽ അത് എൻ്റെ സർക്കാർ കരുതുന്നു എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. അത്തരം മാറ്റങ്ങൾ, അതായത് മന്ത്രിസഭ അംഗീകരിച്ച് പാസാക്കിയ ഒരു നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപനം ഒരാഴ്ച മുമ്പാണ് ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നത്. ആ നയപ്രഖ്യാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അത് ഗവർണർ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് അപ്പുറം ഈ ഭരണഘടനാപരമായ അധികാരം ഒക്കെ മറികടന്നുകൊണ്ടുള്ളൊരു നീക്കം, ഈ നയപ്രഖ്യാപനം, മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം നിയമസഭയിൽ വായിക്കേണ്ട നയപ്രഖ്യാപനത്തിൽ ഈ 12, 15, 16 ഭാഗങ്ങളിൽ, ഖണ്ഡികകളിലാണ് ഗവർണർ തന്നെ സ്വയം മാറ്റം വരുത്തിയത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഗവർണർ നയപ്രഖ്യാപനം 1 മണിക്കൂറും 52 മിനിറ്റും നീണ്ടുനിന്ന നയപ്രഖ്യാപനം പൂർത്തിയാക്കിയ ശേഷം ഗവർണറെ യാത്രയാക്കി തിരിച്ചെത്തിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഈ ഖണ്ഡികകളിൽ ഇങ്ങനെയൊരു മാറ്റം ഗവർണർ വരുത്തിയിട്ടുണ്ട്. അത് നിയമസഭയുടെ അന്തസ്സത്തേക്ക് ഉതകുന്നതല്ല, ഒപ്പം തന്നെ ഭരണഘടനാപരമായി ഗവർണർ കാണിച്ചത് ശരിയായ രീതിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കാർ അംഗീകരിച്ച, മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിലെ പൂർണ്ണ ഭാഗങ്ങൾ മുഖ്യമന്ത്രി വായിക്കുകയും അത് അംഗീകരിക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയ ഘട്ടത്തിൽ ഒക്കെ പൂർണ്ണമായും ഇത് വായിക്കാതെ നയപ്രഖ്യാപനത്തിൽ സെക്കൻഡുകൾ മാത്രം വായിച്ച് അവസാനിപ്പിച്ച് പോകുന്ന സാഹചര്യമൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതിൽ ഒരു തിരുത്തലോ കൂട്ടിച്ചേർക്കലോ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വരുത്തിയിരുന്നില്ല. പക്ഷേ ഗവർണർ ഇക്കാര്യത്തിൽ ഒരു കൂട്ടിച്ചേർക്കലും തിരുത്തലുകളും വരുത്തിയിരിക്കുന്നു. അത് മന്ത്രിസഭയോടുള്ള അനാദരവാണ്. മന്ത്രിസഭ ഒരു പാസാക്കിയ ഒരു നയപ്രഖ്യാപനം അതിനെ തള്ളിക്കളയുന്ന നിലയിൽ, അതിൽ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള നടപടിയാണ്. അത് ഭരണഘടനാപരമായി ശരിയല്ല എന്ന പ്രമേയമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിന്റെ ഭാഗമായിട്ടാണ് പൂർണ്ണ രൂപം മുഖ്യമന്ത്രി വായിക്കുകയും ചെയ്തത്. അത് പിന്നീട് സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ
തന്നെ അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അത്തരം നടപടി ശരിയല്ല, ഭരണഘടനാപരമായി ഇത്തരം ഗവർണറുടെ നീക്കം അത് ശരിയല്ലാത്തതാണ്, അക്കാര്യത്തിൽ സർക്കാരിനൊപ്പമാണ് തങ്ങൾ, സർക്കാർ നടത്തിയ നടപടി അത് ശരിയാണ് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയത്. എന്തായാലും അസാധാരണമായിരുന്നു ഈ ഇന്നത്തെ നയപ്രഖ്യാപനം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഗവർണർ പൂർണ്ണമായും ഈ കാര്യത്തിൽ നയപ്രഖ്യാപനം വായിച്ചു, മറ്റൊരു എതിർപ്പുമില്ലാതെ വായിച്ചു എന്ന് കരുതിയെടുത്താണ് ഗവർണർ പോയതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് പൂർണ്ണ രൂപം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അംഗീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് നിയമസഭ അംഗീകരിക്കുകയായിരുന്നു. ഷാദ്. ശരി, വിജയൻ വായന്തോറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സർക്കാരിന്റെ നയപ്രഖ്യാപനം വായിച്ചുകൊണ്ട് ഗവർണർ ചില വാക്കുകൾ വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ ചില തിരുത്തലുകൾ വരുത്തുകയോ ചെയ്തു. സർക്കാർ വളരെ അഡമന്റായി പറയുന്ന കാര്യങ്ങൾക്ക് എന്റെ സർക്കാരിന് അങ്ങനെ തോന്നുന്നു എന്ന മട്ടിലൊക്കെ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ അസാധാരണമായി മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് നയപ്രഖ്യാപനം എന്താണോ മന്ത്രിസഭ അംഗീകരിച്ചത് അതേ നിലയ്ക്ക് അംഗീകരിക്കണം എന്ന നിയമസഭയോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം വിട്ടുകളഞ്ഞ ഭാഗങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അസാധാരണ സ്വഭാവത്തിൽ വായിക്കുകയും ചെയ്തു. അപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചില കാര്യങ്ങൾ വായിക്കാൻ ആഗ്രഹിച്ചില്ല. പ്രത്യേകിച്ച് സർക്കാർ പാസ്സാക്കിയിട്ടുള്ള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ അസാധാരണമായി പിടിച്ചുവെക്കുക, വൈകിക്കുക, രാഷ്ട്രപതിക്ക് അയച്ചതിലെ തീരുമാനം അനന്തമായി നീട്ടുക എന്ന പ്രശ്നത്തിലുള്ള കൺസേൺ അല്ലെങ്കിൽ അതിലുള്ള അതൃപ്തി സർക്കാർ ഈ നയപ്രഖ്യാപനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് വായിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റിമറിക്കാൻ ഗവർണർ ആഗ്രഹിച്ചു. പക്ഷേ ഗവൺമെന്റ് അതൊരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് തമിഴ്നാട്ടിൽ നടക്കുക കണ്ടിട്ടുള്ള സംഗതികളുടെ ഒരു ചെറിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്.